ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എല്ലാ വീഡിയോയിലും സംസാരിക്കുന്നത് ഹെർബാലൈഫ് ന്യൂട്രീഷൻ വെയിറ്റ് ലോസ് പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണ്. പക്ഷേ ഇന്നത്തെ ടോപ്പിക്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇന്നത്തെ ടോപ്പിക്കിലും അതുപോലെ തന്നെ ഹെഡ്ലൈനും ചെറിയ വ്യത്യാസമുണ്ട്. ഹെർബാലൈഫ് ന്യൂട്രീഷൻ ഹെൽത്തി വെയിറ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം എന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ചേഞ്ച് ചെയ്ത് വേറെ ഒന്നും കൊണ്ടല്ല, ഹെർബാലൈഫ് ന്യൂട്രീഷൻ്റെ പ്രൊഡക്ട്സ് ഒന്നും തന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നോ കാര്യങ്ങളൊന്നും അല്ല. ഹെൽത്തി വെയിറ്റ് തന്നെയാണ് കമ്പനി മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യണത്. നമുക്ക് വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാനും വെയിറ്റ് കുറവാണെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽത്തി വെയിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഇങ്ങനെയാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. വെയിറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. വെറൈറ്റിക്ക് വേണ്ടി ഞാനൊന്ന് ഹെഡ്ലൈൻ ജസ്റ്റ് ഒന്ന് മാറ്റിയതാണ്. അപ്പോൾ ഹെൽത്തി വെയിറ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയണത്. ഓൾറെഡി എല്ലാവർക്കും തന്നെ അറിയാം ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഹെർബാലൈഫ് ന്യൂട്രീഷൻ ഒരു സൈറ്റ് ഉണ്ട്. അതായത് നമുക്ക് കസ്റ്റമർ ആയിട്ടുള്ള വ്യക്തികൾക്ക് നമ്മുടെ കമ്പനിയെ കുറിച്ച് അറിയാനും പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാനായിട്ട് ഒരു കമ്പനി ഒരു സൈറ്റ് ഇറക്കിയിട്ടുണ്ട്. herbalife.co.in എന്നാണ് സൈറ്റിന്റെ പേര്. അപ്പോൾ ആ സൈറ്റിൽ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു അറിവില്ലാത്ത വ്യക്തികളാണെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റ് ഹെർബാലൈഫിനെ കുറിച്ച് അറിയാൻ വരുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ കമ്പനി ആ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിക്കണം, ഏത് പ്രോഗ്രാമിന് ഏത് പ്രൊഡക്റ്റ്, അതുപോലുള്ള എന്തെല്ലാം പ്രോഡക്ട്സ് ആണ് കമ്പനിക്കകത്തുള്ളത്, കമ്പനിയുടെ വിഷൻ എന്താണ്, കമ്പനിയുടെ അതുപോലെ തന്നെ സയന്റിസ്റ്റ്, ഡോക്ടറേറ്റ്, അതുപോലെ പ്രൊഡക്റ്റിനെ മാനുഫാക്ചറിങ്, ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് A to Z കാര്യങ്ങൾ ആ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കമ്പനിയെ കുറിച്ച് അറിയാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പുതുതായിട്ട് വന്നൊരു വ്യക്തികൾക്ക് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് വരുന്ന വ്യക്തികൾക്ക് ഹെർബാലൈഫ് ന്യൂട്രീഷൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെല്ലാം പ്രോഡക്ട്സ് ആണ് ഉപയോഗിക്കണമെന്ന് കമ്പനി തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ സൈറ്റിൽ കയറിയിട്ട് ഒരു പുതുതായിട്ട് പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾ നോക്കി കഴിയുമ്പോൾ എന്തെല്ലാം പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഹെർബാലൈഫിനെ കുറിച്ച് അറിയാമെങ്കിൽ പോലും ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് നിങ്ങളുടെ വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഇത്ര മാത്രം പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്താൽ മതി. ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കുന്നത്. അതായത് ഒരുപാട് വ്യക്തികൾ ഒരുപാട് പ്രൊഡക്ട്സ് ആവശ്യമില്ലാതെ ഒരുപാട് പ്രൊഡക്ട്സ് കോച്ച് പറഞ്ഞതിന് ശേഷം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് എന്നൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല. കോച്ച് പറയുന്നു, വാങ്ങുന്നു, ഉപയോഗിക്കുന്നു. ചില ആളുകൾ ഉപയോഗിക്കുന്നു, ചില ആളുകൾ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതായത് ഒരുപാട് വെയിറ്റ്, എക്സസ് വെയിറ്റ്, ഒരു 30 കിലോയ്ക്ക് മേളിലുള്ള കാര്യങ്ങളല്ല പറയണത്. നിങ്ങൾക്കൊരു 10 to 20 കിലോ വെയിറ്റ് ഒക്കെയാണ് കുറയ്ക്കാറുള്ളെങ്കിൽ സിമ്പിളായിട്ട് ഇതിൻ്റെ പറയുന്ന പ്രോഡക്ട്സ് മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പറയുന്ന പോലെ സിമ്പിളായിട്ട് ഒരു 10 to 20 കിലോ ഒക്കെ വെയിറ്റ് ലോസ് നമ്മൾ ഇതിൻ്റെ പറയുന്ന ഈ പ്രോഡക്ട്സ് മാത്രം ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്, ഹെർബാലൈഫിനെ കുറിച്ച് അറിയത്തില്ല, നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യണം, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹെർബാലൈഫിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങളൊരു കോച്ചിനെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങുക, കോച്ചിൻ്റെ കേസിൽ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്തെല്ലാം പ്രോഡക്ട്സ് ആണ് ഒരു ബേസിക് ആയിട്ടുള്ള വെയിറ്റ് ലോസ് പ്രോഗ്രാം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്, അതിനെക്കുറിച്ചിട്ടാണ് ഡീറ്റെയിൽഡ് പറയുന്നത്. ഇപ്പോൾ കമ്പനിയുടെ സൈറ്റിൽ കയറിയതിന് ശേഷം നമ്മൾ കാണുന്ന രീതിയിലാണ് വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഹെർബാലൈഫ് ന്യൂട്രീഷൻ വെയിറ്റ് ലോസുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിറ്റി ലഭിച്ചതിന് ശേഷം മാത്രം പ്രൊഡക്റ്റ് വാങ്ങുക. കൃത്യമായ ഗൈഡൻസ് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ സൈറ്റിലോട്ട് കയറുമ്പോൾ തന്നെ നമ്മുടെ സൈറ്റ് ഈ ഒരു ഇതിലായിരിക്കും ഇരിക്കുന്നത്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അച്ചീവർ ഗോൾ ഉണ്ടായിരിക്കും, പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കും, വെൽനസ് റിസോഴ്സ്, ബിസിനസ് ഓപ്പർച്യൂണിറ്റി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. കമ്പനിയെ കുറിച്ചുള്ള അബൌട്ട് ഹെർബാലൈഫിനെ കുറിച്ചൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഡക്ട്സിനെ കുറിച്ചിട്ടാണ് കാണുന്നത്. അപ്പോൾ പ്രോഡക്ട്സിനെ കുറിച്ച് എടുക്കുമ്പോൾ തന്നെ നമ്മൾ പ്രോഡക്ട്സിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന് 2 കാറ്റഗറി വരും. ബൈ ടൈപ്പും വരും, ബൈ നീഡും വരും. അപ്പോൾ നമുക്ക് പുതുതായിട്ട് വ്യക്തി കയറുമ്പോൾ നമുക്ക് ആവശ്യമാണ് വേണ്ടത്, അതായത് നമുക്ക് വെയിറ്റ് ലോസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ബൈ നീഡ് എടുക്കുമ്പോഴത്തേക്കും നെക്സ്റ്റ് വരുന്ന ഇന്റർഫേസ് നോക്കുകയാണെങ്കിൽ ഇതായിരിക്കും നെക്സ്റ്റ് വരുന്ന ഇന്റർഫേസ്. ഇപ്പൊ അതിനകത്ത് ബൈ നീഡ് വരുമ്പോഴത്തേക്കും ഇതിന്റെ നമുക്ക് ഹെൽത്തി വെയിറ്റ് ഉണ്ട്, പെർഫോമൻസ് ഉണ്ട്, ഫിറ്റ്നസ് ഉണ്ട്, ഡെയിലി ന്യൂട്രീഷൻ ഉണ്ട്, ടാർഗറ്റ് ഹെൽത്ത് ഉണ്ട്, സ്കിൻ ആൻഡ് ബോഡി കെയർ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് പേഴ്സേസ് എടുക്കാൻ പറ്റുന്നത്. ഇപ്പൊ നമുക്ക് അതിൻ്റെ വേണ്ടത് വെയിറ്റ് ലോസ് ആണ്, അതായത് ഹെൽത്തി വെയിറ്റ്. കമ്പനി വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നില്ല, ഹെൽത്തി വെയിറ്റ് ആണ്, വെയിറ്റ് മാനേജ്മെന്റ് ആണ് കമ്പനി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹെൽത്തി വെയിറ്റ് എന്നിരിക്കുന്നത്. ഇനി ഹെൽത്തി വെയിറ്റ് എന്നുള്ള ഒരു ഇന്റർഫേസിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് കിട്ടുന്നത് നെക്സ്റ്റ് ഈ ഇന്റർഫേസ് ആയിരിക്കും. അതായത് ഹെൽത്തി വെയിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് മീൽ റീപ്ലേസ്മെന്റ് വേണം. അതായത് നമ്മൾ നോർമൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം നമുക്ക് കൺട്രോൾ ചെയ്യണം, കാലറി മാനേജ്മെന്റ് നടക്കണം. അത് നമ്മൾ പ്രോപ്പറായിട്ട് മീൽ റീപ്ലേസ്മെന്റ് ചെയ്യണം. ഇപ്പൊ മീൽ റീപ്ലേസ്മെന്റ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ലോ കാലറി ആയിട്ടുള്ള ഭക്ഷണം വേണം, അതുപോലെ തന്നെ ന്യൂട്രീഷൻ വാല്യൂ ഉള്ള ഭക്ഷണം വേണം. എന്നാൽ മാത്രമാണ് മീൽ റീപ്ലേസ്മെന്റ് അവിടെ ബാലൻസ് ആകത്തുള്ളൂ. പ്രോപ്പറായിട്ട് ബാലൻസ്ഡ് ഡയറ്റ് എടുത്താൽ മാത്രമാണ് നല്ല ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കമ്പനി നമുക്ക് മീൽ റീപ്ലേസ്മെന്റ് നൽകുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രോട്ടീൻ സഫീഷ്യന്റ് ആയിട്ട് വേണം. അത് നമ്മൾ ഒരു ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തും അതുപോലെ നമുക്ക് ഭക്ഷണത്തിലും ആവശ്യമുള്ള പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയാൽ മാത്രമാണ് നല്ല ഹെൽത്തി ആയിട്ട് ആ വെയിറ്റ് ലോസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ നമ്മുടെ ഓവറോൾ ഹെൽത്തിനും അത് നല്ലതായിരിക്കത്തുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് സെക്കൻഡ് വൺ നോക്കുകയാണെങ്കിൽ പ്രോട്ടീൻ വേണം. അത് കമ്പനി അതിനകത്ത് ഒരു കാറ്റഗറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി മൂന്നാമത് നോക്കുകയാണെങ്കിൽ വെയിറ്റ് ലോസ് സപ്ലിമെന്റ്സ്. അതായത് നമ്മൾ ഡയറ്റ് എടുക്കുന്നുണ്ട്, മീൽ റീപ്ലേസ്മെന്റ്, പ്രോട്ടീൻ കൊടുക്കുന്നുണ്ട്. ഇനി അതുകൂടാതെ നമുക്ക് വെയിറ്റ് ലോസുമായി ബന്ധപ്പെട്ട സപ്ലിമെന്റ്സ് ഉണ്ട്. അതും കമ്പനി അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കുകയാണ് ഹൈഡ്രേഷൻ. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഹൈഡ്രേഷൻ ബോഡി നടന്നാൽ മാത്രമാണ് നല്ല ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓവറോൾ ഹെൽത്തിനും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എനർജി ആൻഡ് മെറ്റാബോളിസം. ഇതും വെയിറ്റ് ലോസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 5 കാര്യങ്ങൾ കമ്പനി വൺ ബൈ വൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നമ്മൾ മീൽ റീപ്ലേസ്മെന്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ മീൽ റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെല്ലാം പ്രോഡക്ട്സ് ആണ് ഉപയോഗിക്കേണ്ടതെന്നാണ് അതിൻ്റെ അടുത്ത് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് മീൽ റീപ്ലേസ്മെന്റ് ആയിട്ട് കമ്പനിയുടെ പ്രോഡക്ട്സ് ഫോർമുല 1 ന്യൂട്രീഷൻ ഷേക്ക് മിക്സ് ആണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് മീൽ റീപ്ലേസ്മെന്റ് ആയിട്ട് ഈ പ്രൊഡക്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇത് നമുക്ക് ബനാന കാരമല്, ഡച്ച് ചോക്ലേറ്റ്, കുൽഫി, മാംഗോ, ഓറഞ്ച് ക്രീം, പാന്, റോസ് കീർ, സ്ട്രോബെറി, വാനില ഇത്രയും ഫ്ലേവറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് മീൽ റീപ്ലേസ്മെന്റ് ആയിട്ട് ഷേക്ക് ഫോർമാറ്റിൽ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വെയിറ്റ് ലോസ് സമയത്ത് മസ്റ്റാർഡ് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് മീൽ റീപ്ലേസ്മെന്റ് ആയിട്ട് ഫോർമുല 1 ന്യൂട്രി ഷേക്ക് മിക്സ്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് വരുന്നത് പ്രോട്ടീൻ ബൂസ്റ്റർ ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് പ്രോട്ടീൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ ഡയറ്റിലോട്ട് പ്രോട്ടീൻ ഉൾപ്പെടുത്തിയാൽ മാത്രമാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള വിശപ്പിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ എന്താണ് നമുക്ക് ഓവറോൾ ഹെൽത്ത്, നമ്മുടെ മസിൽ ബിൽഡിങ്, ടിഷ്യൂ ഫോർമേഷൻ ഇതിനെല്ലാതും നമുക്ക് പ്രോട്ടീൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പ്രോട്ടീൻ ബൂസ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനി കൊടുത്തിരിക്കുന്ന പ്രൊഡക്റ്റ് ഇത്രയും പ്രൊഡക്റ്റ് ആണ്. ഫസ്റ്റ് വൺ ഷേക്ക് മേറ്റ്, സെക്കൻഡ് വൺ പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ. പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ 2 ടിന്നാണ്, ഒന്ന് 200 ഗ്രാമിന്റെ ഒന്ന് 400 ഗ്രാമിന്റെ, അതാണ് 2 കൊടുത്തിരിക്കുന്നത്. പിന്നെ ഷേക്ക് മേറ്റിന്റെ അകത്ത് ഓൾറെഡി നമുക്ക് 10 ഗ്രാമോളം പ്രോട്ടീൻ കമ്പനി അതിൻ്റെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പേഴ്സണലൈസ് പ്രോട്ടീൻ്റെ അകത്തും പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി പ്രോട്ടീൻ ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഷേക്ക് മേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പാൽ പൗഡറിന് പകരമായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പാകത്തിൽ തന്നിരിക്കുന്ന പ്രോട്ടീനാണ് ഷേക്ക് മേറ്റ്, പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ, ഫോർമുല 1 ന്യൂട്രി ഷേക്ക് മിക്സ്. ഇത്രയും പ്രൊഡക്റ്റ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ന്യൂട്രി ഷേക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു മീൽ റീപ്ലേസ്മെന്റ് ആയിട്ട് ഒരു ന്യൂട്രി ഷേക്ക് ആയിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബേസിക് ഒരു വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റ് ഇത്രയും പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടതാണ്. ഇനി നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ വെയിറ്റ് ലോസ് സപ്ലിമെന്റ്സ്. അതായത് നമുക്ക് വെയിറ്റ് മാനേജ്മെന്റ്, വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് മീൽ റീപ്ലേസ്മെന്റ് പ്രൊഡക്റ്റ് യൂസ് ചെയ്തു, അതുപോലെ പ്രോട്ടീൻ ബൂസ്റ്റർ യൂസ് ചെയ്തു. ഇനി നമുക്ക് വെയിറ്റ് ലോസ് സപ്ലിമെന്റ്സ് ഉണ്ട്. അതായത് നമ്മുടെ വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന സപ്ലിമെന്റ്സ് ആണ്. നമ്മുടെ ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ സെല്ലുലോസ് ആണ്. സെല്ലോസ് നമ്മുടെ വെയിറ്റ് ലോസ് ഫാസ്റ്റ് ആക്കാനോ ഷോർട്ട് കട്ടിലാക്കാനുള്ള ഒരു സപ്ലിമെന്റ്സ് അല്ല. വെയിറ്റ് ലോസിൽ ഈ സെല്ലോസ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ എല്ലാ ഫ്ലൂയിഡ്സിനെ റിമൂവ് ചെയ്യാനും ഫ്ലൂയിഡ് ബാലൻസിനെ കൺട്രോൾ ചെയ്യാനും സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ബോഡീനെ റീഷേപ്പ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് സെല്ലോസ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ ഫ്ലൂയിഡ്സിനെ റിമൂവ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് സെല്ലോസ്. സെക്കൻഡ് വൺ നോക്കുവാണെങ്കിൽ ഹെർബൽ കൺട്രോൾ നമ്മുടെ വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. ഹെർബൽ കൺട്രോളിൽ യൂസ് ചെയ്യുന്നതാണ് ലാസ്റ്റ് സ്ലൈഡിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ വെയിറ്റ് ലോസ് സപ്ലിമെന്റ്സും നമ്മൾ വെയിറ്റ് ലോസ് സമയത്ത് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ബേസിക് വെയിറ്റ് ലോസിന് ഇത്രമാത്രം പ്രോഡക്ട്സ് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഹൈഡ്രേഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ എല്ലാ സമയത്തും നമ്മുടെ ബോഡിക്ക് ഹൈഡ്രേഷൻ പ്രോപ്പറായിട്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. ഹൈഡ്രേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റ് ഫ്രഷ് എനർജി ഡ്രിങ്ക് ആണ് യൂസ് ചെയ്യേണ്ടത്. സിനമൺ, ഏലാച്ചി, ജിഞ്ചർ, കാശ്മീരി കവ, ലെമൺ, നാച്ചുറൽ തുളസി, പീച്ച് ഇത്രയും ഫ്ലേവറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഹൈഡ്രേഷൻ നടക്കുന്നതാണ്. പിന്നെ അതുപോലെ നമ്മുടെ എനർജി ലെവലിനെ ബൂസ്റ്റ് ചെയ്യാനും ഫ്രഷ് എനർജി ഡ്രിങ്ക് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ എനർജി ആൻഡ് മെറ്റാബോളിസം. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഫ്രഷ് എനർജി ഡ്രിങ്ക്. ഓൾറെഡി പറഞ്ഞു എനർജിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, ഹൈഡ്രേഷന് വേണ്ടിയും ഫ്രഷ് എനർജി ഡ്രിങ്ക് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ മെറ്റാബോളിസം. വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെറ്റാബോളിസം ബൂസ്റ്റ് ചെയ്യേണ്ടത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മെറ്റാബോളിസം ബൂസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് കാലറി ബേൺ നടക്കത്തുള്ളൂ. കാലറിനെ കൺട്രോൾ ചെയ്യണം, കാലറിനെ കട്ട് ചെയ്യണം. ഹെർബൽ കൺട്രോൾ നമ്മുടെ മെറ്റാബോളിസിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് ആണ്. യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വർക്കൗട്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വർക്കൗട്ട് ചെയ്തതിന് ശേഷം മാത്രം ഹെർബൽ കൺട്രോൾ യൂസ് ചെയ്യുക. വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഹെർബൽ കൺട്രോൾ യൂസ് ചെയ്യുക. അതല്ലാതെ ചുമ്മാ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ മെറ്റാബോളിസിനെ ബൂസ്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്ക് വർക്കൗട്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എനർജീനെ ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ മെറ്റാബോളിസിനെ ബൂസ്റ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ഫ്രഷ് എനർജി ഡ്രിങ്ക് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഹെർബൽ കൺട്രോൾ എന്ന് പറയുന്നതും. അപ്പോൾ ബേസിക് വെയിറ്റ് ലോസിനും ഈ പ്രൊഡക്റ്റ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളൊരു ബേസിക് ഒരു 10-20 വെയിറ്റ് ഒക്കെ കുറയ്ക്കാനുള്ള യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്. അതല്ലാതെ കണ്ണിൽ കണ്ട എല്ലാ പ്രൊഡക്ട്സും വാങ്ങി ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് കമ്പനിയുടെ സൈഡിൽ കമ്പനിയെ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കൃത്യമായിട്ട് ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം നിങ്ങളൊരു കോച്ചിനോട് ചോദിച്ച് കോച്ചിനെ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിച്ച്
ഡെയിലി ബേസിൽ കോച്ചിന്റെ ഗൈഡൻസിൽ മാത്രം പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് വെയിറ്റ് ലോസ് ജേർണിയിൽ നമുക്ക് ഒരുപാട് മോണിറ്ററിങ്ങിന്റെ ആവശ്യമുണ്ട്, ഒരുപാട് ഫോളോ അപ്പിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് വേണം, ഒരു കോച്ചിന്റെ ഗൈഡൻസിൽ മാത്രം പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചാൽ മാത്രമാണ് സാധിക്കത്തുള്ളൂ. പിന്നെ വാങ്ങുമ്പോൾ ചവറ് പോലെ എല്ലാ പ്രൊഡക്ട്സ് വാങ്ങേണ്ട ആവശ്യമില്ല, ആവശ്യമുള്ള പ്രൊഡക്ട്സ് മാത്രം കൃത്യമായിട്ട് വാങ്ങാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഒരു വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വാങ്ങേണ്ട പ്രൊഡക്ട്സ് എന്നുള്ളത്. myherbalife.co.in എന്നാണ് കമ്പനിയുടെ സൈറ്റിന്റെ അഡ്രസ്സ് വരുന്നത്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോഴും ആക്സസ് ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം മനസ്സിലാക്കി പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നെ കൊണ്ട് പറ്റുന്ന നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. ഇനി നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ചെറിയൊരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. എല്ലാവരും ഹാപ്പി ഹെൽത്തിയായി മുന്നോട്ട് ട്രാവൽ ചെയ്യുക. താങ്ക്